ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഇന്ദിര അമ്മ എല്ലാ കാര്യങ്ങളും സത്യസന്ധമായിട്ട് നമ്മുടെ ധർമ്മനോട് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. ധർമ്മനാണെങ്കിൽ ആകെ ഒരു വെപ്രാളമായി. കാരണം സുകന്യാണോ ഇതിനെല്ലാത്തിനും കാരണക്കാരി? അങ്ങനെയാണെങ്കിൽ അവളെ വെറുതെ വിടാമോ എന്നും പറഞ്ഞ് നേരെ അങ്ങോട്ട് പോയി ചോദിക്കാൻ പോവാട്ടോ. അപ്പോൾ അമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എടാ ധർമ്മ, ചാടിക്കയറി നീ ഒന്നും ചെയ്യാൻ വേണ്ടി നിൽക്കരുത്, സമാധാനമായിട്ട് വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ. അവളെ ഞാൻ അടിച്ചിറക്കും അമ്മേ. അടിച്ചിറക്കി കഴിഞ്ഞാൽ അവൾ എങ്ങോട്ടാണ് പോവുക? പോയി കഴിഞ്ഞാൽ അവൾ ഈ നാട് മുഴുവനും പാടി നടക്കില്ലേ അനുമോളുടെ കാര്യം? പിന്നെ എല്ലാവരും അറിയില്ലേ? നീ നയത്തിൽ വേണം കൈകാര്യം ചെയ്യാൻ. പക്ഷേ ഈ കാര്യം ചോദിക്കേണ്ടെന്ന് ഞാൻ നിന്നോട് പറയില്ല, ചോദിക്കണം. ധർമ്മൻ എന്ന് പറയുന്ന ഭർത്താവ് എന്താണെന്നും ആരാണെന്നും ഇന്ന് അവൾ മനസ്സിലാക്കണം. അവൾ അങ്ങനെ അങ്ങ് നെകളിക്കണ്ട. അവളാണ് ഈ കുടുംബത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെക്കുന്നത്. അതുകൊണ്ട് നിന്നെ അവൾ വില വെക്കണം. അതുകൊണ്ട് നീ ഇത് ചോദിച്ചേ മതിയാവും. അത് പക്ഷേ നിങ്ങൾ തമ്മിൽ ബെഡ്റൂമിലായിരിക്കണം, പുറത്തൊരാളും അത് അറിയരുത്. അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അവൾക്കും അതൊരിതാവും, വാശിയാവും. അതുകൊണ്ട് നയത്തിൽ നീ കൈകാര്യം ചെയ്തോളണമെന്ന് ഉപദേശിച്ചിട്ട് പോവാണ് കേട്ടോ. ആ സമയത്ത് ധർമ്മൻ നേരെ വന്ന് അകത്ത് കയറി. സുകന്യ ആരെയോ ഫോണിൽ വിളിച്ച് അങ്ങനെ ചിരിച്ച് കളിച്ചിരിക്കുന്ന സമയത്താണ് ധർമ്മൻ ഓടിക്കൊണ്ട് വന്നിട്ട് ഒരൊറ്റ അടി അങ്ങോട്ട് പൊട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. മറിഞ്ഞ് വീഴുന്നുണ്ട് നമ്മൾ സുകന്യ. നിങ്ങളെന്നെ തല്ലിയോ? എന്തിനാ ധർമ്മേട്ട നിങ്ങളെന്നെ തല്ലിയത്? ചോദിച്ചു തന്നില്ല, അടുത്തടി. അങ്ങനെ മാറി മാറി അടി കൊടുത്ത് എന്തിനാ തല്ലിയെന്ന്. അത് ശരി, അപ്പം നിങ്ങളെന്നെ തല്ലി, ഇനി ഒരു നിമിഷം ഞാനിവിടെ നിൽക്കില്ല എന്ന് പറഞ്ഞ് പതിവ് പോലെ തന്നെ പെട്ടി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ധർമ്മം പറയുന്നുണ്ട്, എടുത്തോണ്ട് പോടി വാരി കെട്ടിക്കൊണ്ട്. നിനക്ക് പോകണമെന്ന് താല്പര്യമാണെങ്കിൽ നിന്നെ ഇവിടെ ആരും തടയില്ല, ഇറങ്ങി പൊക്കോളണം. പക്ഷേ പിന്നെ ഈ വീട്ടിനകത്ത് നീ കാല് കുത്തിയേക്കരുത്. പറഞ്ഞ് മനസ്സിലായല്ലോ? നിങ്ങൾ എന്നെ തല്ലിയത് എന്തിനാണെന്ന് എനിക്ക് അറിയണം. പറഞ്ഞു തന്നില്ല, അടുത്തൊരു അടിയും കൂടെ കൊടുക്കുകയാണ് കേട്ടോ. ആ കട്ടിലേക്ക് മറിഞ്ഞു വീഴുകയാണ്. എന്നിട്ട് തലമുടിയെ കുത്തി പിടിച്ച് വെച്ചിട്ട് വീണ്ടും അടിയാ കൊടുക്കുകയാണ് ധർമ്മൻ. ശരിക്കും അടി കൊടുത്തിട്ടുണ്ട്. നമ്മൾ സുകന്യയുടെ കവളൊക്കെ നല്ല പോലെ ചുമന്ന് തടുത്ത് കൈ പാടുവരെ ആയിട്ടുണ്ട്. അവസാനം ഞാനിപ്പോൾ തന്നെ ഞാൻ പുറത്തിറങ്ങി എല്ലാവരും അറിയിക്കും നിങ്ങൾ എന്തിനാണ് എന്നെ തല്ലിയെന്ന് എനിക്ക് അറിയണം. അതുകൊണ്ട് ഗോമതി ചേച്ചിയും ബാലേട്ടനെയും ഒക്കെ ഞാൻ വിളിച്ച് അറിയിക്കാൻ പോവാം, മാറങ്ങോട്ട് എന്നും പറഞ്ഞ് കഥക് തുറക്കാൻ വേണ്ടിയിട്ട് പോണതും പെട്ടെന്ന് ധർമ്മം ചോദിക്കുന്നുണ്ട് കേട്ടോ, ആലോകനെ ആരടി കയറ്റി വിട്ടത് അനുവിൻ്റെ മുറിയിലേക്ക് എന്ന് ചോദിക്കുന്നതും സുകന്യ ആകെ പെട്ടുപോയി. എല്ലാം മറിഞ്ഞിട്ടുള്ള വരവാണോ? അതിനാണോ എനിക്ക് അടി കിട്ടിയത്? ആകെപ്പാടൊരിതായി കേട്ടോ. പറയടി, നിന്നോടാണ് ഞാൻ ചോദിച്ചത്. നിന്നി ഈ കുടുംബം ഇത്രത്തോളം പ്രശ്നങ്ങളാക്കി എല്ലാവർക്കും കണ്ണീരല്ല ആഴ്ത്തിയ ഒറ്റൊരുത്തി നീ ഒരുത്തിയല്ലേടി എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും അടി കൊടുക്കണം കേട്ടോ. അങ്ങനെ സുകന്യാകെ തളർന്നു പോയിട്ടുണ്ട്. അപ്പോൾ ധർമ്മം പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യ്, പറ, സത്യം പറ, ഇല്ലെങ്കിൽ നീ തന്നെ പറയണ്ട, ഞാൻ തന്നെ ഇവിടെ വീട്ടിലുള്ള എല്ലാവരെയും വിളിച്ച് എല്ലാ കാര്യങ്ങളും ഞാൻ പറയാം. എന്തിനാണ് അലോക് ഇതിനകത്ത് വന്നതെന്നും അലോകിനെ ആരാണ് അനുമോളുടെ മുറിയിലേക്ക് കടത്തിവിട്ടെന്നും പാവം കൊച്ച്, അവളെ എല്ലാവരോടും ക്രൂശിച്ച് കുറ്റക്കാരിയാക്കി നിർത്തിക്കണം, നീ ഒറ്റൊരുത്തി കാരണമല്ലേടി എന്ന്. അപ്പോൾ നിന്നെ വെറുതെ വിടാൻ പറ്റില്ല, എല്ലാവരും അറിയട്ടെ എന്ന് പറഞ്ഞ് ധർമ്മൻ ആ ഡോറ് തുറക്കാൻ പോകുമ്പോൾ ഓടിപ്പോയി കാലി പിടിക്കാനായിട്ട് നമ്മൾ സുകന്യ. അയ്യോ ധർമ്മേട്ടാ ക്ഷമിക്കണം, എന്നോട് ദേവി ഇത് അവരെയൊന്നും അറിയിക്കരുതെന്നോ? ഇത്രയൊക്കെ ഉണ്ടാക്കി വച്ചിട്ട് ഇനി നിന്നെ നല്ല പിള്ള ചമഞ്ഞവിടെ ഞാൻ ഇരുത്തിക്കണം അല്ലേടി? നീ എന്താ വിചാരിച്ചത്? ഞാനൊന്നും അറിയില്ലെന്നോ? ഞാനൊരു ഗുണഗണാപ്പനാണെന്ന് നീ വിചാരിച്ചോ അല്ലേടി എന്നൊക്കെ പറഞ്ഞ് അടുത്തടി കൊടുക്കണം കേട്ടോ. അപ്പോൾ സുകന്യ കാലി പിടിച്ചിട്ട് പെട്ടെന്ന് പറയാം, അയ്യോ ധർമ്മേട്ട എന്നോട് ക്ഷമിക്കുക, ഞാൻ ഇതിങ്ങനെയൊക്കെ വരും എന്നൊന്നും അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം ചെയ്തതല്ല, ഞാനൊരു നല്ല കാര്യത്തിന് വേണ്ടി ചെയ്തതാ, അനുമോളെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ ചെയ്തതാന്ന് പറയാണ് കേട്ടോ. കള്ളത്തരം. അപ്പോൾ ഉടനെ ധർമ്മൻ അത് കേൾക്കുമ്പോൾ ഒന്നടങ്ങുന്നുണ്ട്. എന്താടി നീ പറഞ്ഞത്? അനുമോളെ രക്ഷിക്കാനോ? അതെന്താ നീ അങ്ങനെ ഉദ്ദേശിച്ചത്? അപ്പോൾ തന്നെ നമ്മുടെ സുകന്യയ്ക്ക് മനസ്സിലായി, ഈ ഒരു ട്രാക്ക് എടുത്താൽ ഇപ്പോൾ തൽക്കാലം നമ്മുടെ ധർമ്മൻ ഒന്ന് അടങ്ങുമെന്ന്. അതെ പിന്നെ വേറൊന്നുമില്ല, ഈ അലോകമായിട്ട് ഇവള് ചെറിയൊരു പ്രശ്നങ്ങളുണ്ടായിരുന്നു സംസാരത്തിലൊക്കെ. അങ്ങനെ പ്രശ്നം വഷളാവൂന്ന് അറിഞ്ഞപ്പോൾ അവനെ ഒരു പേപ്പറിൽ ഇവളുടെ പേരെഴുതി വെച്ച് ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അനുമോൾ കുടുങ്ങില്ലേ, അതുകൊണ്ടാണ് ഇവർ തമ്മിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് അത് രമ്യമായി പൊക്കോട്ടെ എന്ന് വെച്ച് നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തത്. എടി അലവലാതി, നീ ആ കൊച്ചു പെണ്ണിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തിരുത്തി വിടാനുള്ളതിന് അവളെ എരിയേറ്റി ഇത്രത്തോളം കൊണ്ട് എത്തിച്ചില്ലേ നീ അല്ലേടി എന്ന് പറയാം. ഇല്ല ധർമ്മേട്ട, അവർ നല്ല രീതിയിൽ പിരിഞ്ഞു പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തത്. അല്ലാതെ ഇത്രത്തോളം പ്രവൃത്തി അവൻ കാണിക്കുമെന്നോ ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നോ അനുമോളെ മോശക്കാരിയാക്കണമെന്നൊന്നും ഞാൻ വിചാരിച്ചതല്ല എന്നൊക്കെ ഇങ്ങനെ നല്ല പിള്ളയായിട്ട് അങ്ങ് പറയാൻ കേട്ടോ. ധർമ്മനൊരല്പം നേരത്ത് നടങ്ങാണ്. എന്നിട്ട് സുകന്യെ പിടിച്ച് ആ കട്ടിലേക്ക് ഒരു തള്ളു കൊടുക്കുകയാണ്. എന്നിട്ട് നേരെ നമ്മുടെ അനുമോളുടെ മുറിയിലേക്ക് കയറി വരും കേട്ടോ. പാവല്ലേ അനുമോൾ, ഒരു തെറ്റും ചെയ്തിട്ടില്ല.
അങ്ങനെ ധർമ്മനെ കാണണോ അനുമോള് പേടിച്ച് കുറച്ച് നിൽക്കാട്ടോ. അടുത്തിന് മാമൻ്റെ കയ്യിൽ നിന്നുള്ള അടി വാങ്ങാനാണോ? ധർമ്മൻ പെട്ടെന്ന് കഥ കടച്ചിട്ട് പറയാം, മോള് പേടിക്കണ്ട കേട്ടോ, ഞാൻ നിന്നെ ഒന്നും ചെയ്യാൻ വേണ്ടി വന്നല്ല. സത്യങ്ങളെല്ലാം എനിക്ക് മനസ്സിലായി. ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വന്നത്. മോൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, തെറ്റുകാരി അല്ല എന്നും എനിക്ക് മനസ്സിലായി. പിന്നെ അവനെപ്പോലുള്ള ആ ദുഷ്ടൻ്റെ കയ്യിൽ നീ എങ്ങനെ പോയി പെട്ടു മോളെ? നിനക്കറിയില്ലേ, കാലങ്ങളായിട്ടും വർഷങ്ങളായിട്ടും ആ കുടുംബവും നമ്മളും തമ്മിലുള്ള ശത്രുത എന്താന്ന്? ഇവിടെ നടക്കുന്ന അടിയും പ്രശ്നങ്ങളും ഒക്കെ നീ കണ്ടു വളർന്നവളല്ലേ. എന്നിട്ട് നിനക്ക് എന്തേ ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയത്? പറ, നിനക്ക് എവിടെയാണ് പാളിപ്പോയത്? അപ്പോൾ അനുമോള് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അത് ധർമ്മമാമ, ഞാൻ എൻ്റെ കോളേജിൽ എൻ്റെ സീനിയറായിട്ടായിരുന്നു അലോക്. അപ്പോഴൊന്നും നമുക്ക് അങ്ങനെ ഒരു ഇഷ്ടം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എവിടെയൊക്കെയോ വെച്ച് അവൻ എന്നെ അതിലേക്ക് വഴിതിരിച്ച് വിടുകയാണ് ചെയ്തത്. അങ്ങനെ പറ്റിപ്പോയതാണ്. അപ്പോൾ എനിക്കറിയില്ലായിരുന്നു ഇവൻ ഇത്രയ്ക്കും ദുഷ്ടനാണെന്ന്. ഇപ്പോൾ നിനക്ക് മനസ്സിലായല്ലോ അവൻ ഏതാന്ന്. ഇനി ദൈവീത് അവൻ്റെ വലയിൽ ചെന്ന് വീണേക്കരുതേ. ഇനിയും അവൻ വരും പല കാര്യങ്ങളും കൊണ്ട്. അതുകൊണ്ട് നീ ദൈവീത് ഇനി ശ്രദ്ധിച്ച് നടക്കണം. മോക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ ഈ മാമനോട് പറയണം കേട്ടോ. അവൻ്റെ ശല്യം ഞാൻ അങ്ങ് തീർത്തേക്കാം. ഇവിടെ വേറെ ആരും അറിയണ്ട. ശരി മാമ. പക്ഷേ എൻ്റെ അച്ഛനും അമ്മയും ഈ സത്യസന്ധത ഞാൻ തെറ്റുകാരി അല്ല എന്നുള്ളത് എങ്ങനെ അറിയും? അവരെന്നെ വിശ്വസിക്കുന്നില്ല. അവരാരും എന്നോട് മിണ്ടുന്നില്ല മാമ. ഞാൻ ആകെ തകർന്നായിരിക്കുന്നത്. മോളെ, അതിപ്പോഴത്തെ സ്റ്റേജിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിൻ്റെ മുറിയിൽ എങ്ങനെ ആലോകം വന്നതെന്നൊക്കെ മാമനറിയാം. പക്ഷേ ആ സത്യം എനിക്ക് ഇപ്പം തുറന്നു പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇന്നല്ല നാളെ ആയാലും അവരത് തിരിച്ചറിയും. അന്ന് നിന്നെ അവർ എന്നും പറഞ്ഞ് അവർ നിന്നോട് നല്ല സ്നേഹത്തോടെ പെരുമാറും എന്നും പറഞ്ഞ് ഇപ്പോൾ സ്നേഹമില്ല എന്നല്ല. ഇപ്പോഴിവിടെ നടന്ന പ്രശ്നങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ആ ഒരു മാനസിക സംഘർഷത്തിലല്ലേ അവർ. കുറച്ച് സമയമെടുക്കും, അത്രയേ ഉള്ളൂ. മോളെ ഇവിടെ എല്ലാവരും തിരിച്ചറിയും മോളുടെ സത്യാവസ്ഥ. ഇല്ലെങ്കിൽ മാമൻ അറിയിക്കും. നീ നോക്കിക്കോ, കുറച്ചും കൂടെ സമയം മാമന് തന്നാൽ മാത്രം മതി. പക്ഷേ അച്ഛനെ നിൻ്റെ വരുതിക്ക് കൊണ്ടുവരാൻ ഒറ്റ മാർഗ്ഗമുണ്ട്. എന്താണെന്നറിയോ? നിനക്കിപ്പോൾ പരീക്ഷ വരെയല്ലേ, നന്നായിട്ട് പഠിക്കണം. ഫസ്റ്റ് റാങ്കോടെ നീ പഠിച്ച് പാസ്സാവണം. അച്ഛൻ അതോടുകൂടി എല്ലാ പിണക്കവും മാറും. അറിയാലോ, നിൻ്റെ അച്ഛൻ പഠിത്തത്തിനോട് കാണിക്കുന്ന ആത്മാർത്ഥത എല്ലാവരും പഠിക്കണമെന്നും നല്ലതാവണമെന്നാണ്. അത് നീ കാണിച്ചു കൊടുക്കണം. ഇപ്പം നീ ചെയ്യേണ്ട ഒരു ഒറ്റ കാര്യമേ ഉള്ളൂ. വേറെ ഒന്നിനെക്കുറിച്ചും ആലോചിക്കരുത്. ഇപ്പോൾ പരീക്ഷ വരുന്നത് നന്നായിട്ട് പഠിക്കുക, 1ാം റാങ്ക് നേടണം. എൻ്റെ അച്ഛൻ എന്നെ തിരിച്ചറിയണം, എൻ്റെ അച്ഛൻ എന്നോട് മിണ്ടണം, എൻ്റെ അച്ഛൻ എന്നെ സ്നേഹിക്കണം പഴയ പോലെ. ഈ ഒരു വാശി മനസ്സിലുണ്ടാവണം. ഇത് വെച്ച് നീ പഠിച്ചു നോക്ക്, നിനക്ക് 1ാം റാങ്കോടുകൂടി പാസ്സാവും. അങ്ങനെ 1ാം റാങ്കായി പാസ്സായി വരുന്നൊരു മോളെ ഏതൊരു അച്ഛനാ മോളെ തള്ളിക്കളയാ? പറ. ഒരിക്കലും അങ്ങനെ ആവില്ല. നിന്നെ തിരിച്ചറിയുക തന്നെ ചെയ്യും. ഈ മാമൻ നിന്നെ സഹായിക്കാം എന്നൊക്കെ പറഞ്ഞ് നല്ലൊരു കാര്യം ധർമ്മൻ ഇത്രയും പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ അനുമോള് ഭയങ്കരമായിട്ടൊരു ധൈര്യം അങ്ങ് സംഭരിച്ച് വെക്കുകയാണ് കേട്ടോ. ഇനി മുന്നോട്ട് പഠിത്തത്തിൽ കൂടെ ഞാൻ നേടിയെടുക്കണം എന്നൊരു വാശി വരികയാണ്. ഇതിനിടയ്ക്കും രാവിലെ തന്നെ ഗോമതി മുറ്റത്തേക്ക് വെറുതെ ഇങ്ങനെ ഇറങ്ങിയൊക്കെ നിൽക്കുമ്പോഴാണ് ഒരു ഓട്ടോറിക്ഷ വരുന്നത് കേട്ടോ. ഓട്ടോറിൽ നിന്ന് ഇറങ്ങി വരുന്ന ഉദയഭാനുമായിരുന്നു. കണ്ട പാടെ ഗോമതി ആകെ പേടിച്ച് പറിച്ച് അകത്തേക്ക് ഓടി ചെന്ന് ബാലട്ടാ എന്ന് വിളിക്കുകയാണ്. ഗോമതി വെപ്രാളം പിടിച്ച് ഓടുന്നത് നമ്മളെന്താ ഉദയഭാനു കാണാൻ കേട്ടോ. അയ്യോ, ഇതെന്ത് പറ്റി, ഇവരെന്തിനാ ഇങ്ങനെ ഓടുന്നത്? അങ്ങനെ നേരെ അകത്തേക്ക് കയറി വന്നിട്ട് ഗോമതി എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് വിശദമായിട്ട് അങ്ങ് ഇരിക്കുക കേട്ടോ. ബാലനാണെങ്കിൽ എന്തിനാ ഗോമതി ഇങ്ങനെ കിടന്ന് നീ തൊള്ള തുറക്കണേന്ന് പറഞ്ഞ് വെളിയിലോട്ട് വരുമ്പോൾ കൺമുന്നിൽ കാണുന്നത് ഉദയഭാനു. ആകെ പേടിച്ച് വിറയ്ക്കുന്നുണ്ട് അങ്ങേര്. ഈശ്വര, ധർമ്മനും ഇറങ്ങി വരുവാണ് കേട്ടോ. ദൈവമേ, ഇനിയിപ്പോൾ ഒന്നും അറിയാണ്ടാണല്ലോ ഈ വരവ്. കയ്യിലാണെങ്കിൽ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ, കുങ്കുമപ്പൂ, അത് ഇത് ലേഹ്യമൊന്നും പറഞ്ഞിട്ട് നമ്മുടെ ശ്രീദേവിക്കും കുഞ്ഞിനുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൊണ്ടാണ് വരുന്നത്. ബാല, എങ്ങനെയുണ്ട് നമ്മുടെ കടയുടെ പുതിയ പണിയുടെ കാര്യങ്ങളൊക്കെ? പൈസയ്ക്ക് ഇനി ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ. അല്ല, അത് സാറേ, തൽക്കാലത്തേക്ക് ഞാനത് മാറ്റി വെച്ചേക്കാം, തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞോളാം. ശരി. പിന്നെ ഞാൻ ഈ കൊണ്ടുവന്നിരിക്കുന്നത് എന്താണെന്നറിയോ? ഇത് ദേവിക്ക് കൊടുക്കാനുള്ളതാണ്. ഇത് കുങ്കുമ പൂവാണ്. പാലിൽ കലക്കി കൊടുക്കണം കേട്ടോ. കുഞ്ഞിന് നല്ല നിറം വരും. പിന്നെ ബുദ്ധിയും ശക്തിയും ഒക്കെ ഉണ്ടാവണം. ഒരു കുഞ്ഞുണ്ടാവണമെങ്കിലേ ഇങ്ങനെയുള്ള ലേഹ്യങ്ങളൊക്കെ കഴിക്കണം. ഇത് കണ്ടോ എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം വാരി നിരത്താണ് കേട്ടോ. എന്നിട്ടും പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പോൾ ശ്രീകലയ്ക്ക് കൂടെ വരണമെന്നുണ്ട്. അവൾക്ക് ചെറിയ പനിയാണ്. അതുകൊണ്ട് തന്നെ ഗർഭിണികളുടെ അടുത്തേക്ക് പനിയുള്ള ആരും വരാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ് ഗർഭിണിയായ ദേവിയുടെ അടുത്തേക്ക് വരേണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ മാത്രം വന്നത്. അവളൊരാഗ്രഹം പറഞ്ഞു. നിങ്ങളെല്ലാവരും ശ്രദ്ധയോടെ കേൾക്കണം. പിന്നെ നമ്മുടെ ദേവിയുടെ വളകാപ്പ് നടത്തണം. അത് അവളുടെ വലിയൊരു ആഗ്രഹമാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് സംസാരിക്കാനും കൂടെ വന്നതെന്ന് പറയണതും പെട്ടെന്ന് ഗോമതി ആലോചിക്കട്ടോ. വളകാപ്പിന് ഒരു വള നേരത്തെ തന്നെ ഗോമതി ദേവിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ആ കാര്യങ്ങളൊക്കെ ഓർത്തെടുത്തിട്ട് അങ്ങ് പൊട്ടിക്കരഞ്ഞു പോവാണ് കേട്ടോ. ഇതുവരെയും പിടിച്ചു നിന്നതെല്ലാം നമ്മുടെ ഗോമതിക്ക് കൈവിട്ടു പോയി. അയ്യോ, വളകാപ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എന്തിനാ ഗോമതി ഇങ്ങനെ കരയണേ? ഞാൻ തെറ്റായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. എന്താ പല പ്രശ്നം പറഞ്ഞോ? അല്ല, അത് എനിക്ക് ഉദയഭാനു സാറിനോടൊരു കാര്യം പറയാനുണ്ട്. എന്താണ് അത്? നമ്മുടെ ദേവിക്ക് എന്താ? അല്ല, നമ്മുടെ കുഞ്ഞ് നഷ്ടപ്പെട്ടു. നമുക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടായില്ല എന്ന് പറയണതും ഉദയഭാനു അങ്ങ് പൊട്ടിക്കരയാൻ തുടങ്ങിയിട്ടോ. അയ്യോ, എന്താ നിങ്ങൾ പറയുന്നത്? എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചത്? ഇത്രയും വലിയൊരു കാര്യം ഇവിടെ സംഭവിച്ചോ? അതെ, എന്നിട്ട് നിങ്ങൾ എൻ്റെ അച്ഛനായ എന്നോടൊരു വാക്ക് പറഞ്ഞില്ല. അത് സാറ് വിഷമിക്കുമെന്ന് കരുതി ഞങ്ങൾ. എന്നാലും
എനിക്കിത് താങ്ങാനാവുന്നില്ല, എൻ്റെ പേരക്കുട്ടി എത്ര ആഗ്രഹിച്ചതാന്നൊക്കെ പറഞ്ഞിട്ടോ അങ്ങോട്ട് പൊട്ടിക്കരയാൻ തുടങ്ങിയിട്ടോ അങ്ങേര്. അതെല്ലാം കേട്ടിട്ട് നമ്മുടെ ദേവിയൊക്കെ തിരുന്ന് വാശിയും ദേഷ്യവും ഒക്കെ തോന്നുന്നുണ്ട്. അച്ഛനോടൊരു വല്ലാത്ത വെറുപ്പോ എന്തൊക്കെയോ ആട്ട് ഇങ്ങനെ ഇരിക്കാണ് കേട്ടോ ദേവി. ആ സമയത്ത് ഉദയഭാനു പറയാം, എനിക്ക് എൻ്റെ മോളെ കാണണം, അത് മോളകത്തിരിപ്പുണ്ടെന്ന്. അങ്ങനെ നേരെ അകത്തേക്ക് ദേവിയെ കാണാനായിട്ട് ചെല്ലാട്ടോ. അപ്പോൾ ദേവിക്ക് അച്ഛനെ കാണുമ്പോൾ തന്നെ ഒരു വല്ലാത്ത ദേഷ്യമാണ്. അടുത്ത് വന്നിരുന്നിട്ട് മോളെ എന്നും പറഞ്ഞ് ആ കൈ ഇങ്ങോട്ട് പിടിച്ചെടുക്കണതും ദേവി അങ്ങോട്ട് പൊട്ടിത്തെറിച്ച് ചാടിയിരിക്കും. തൊട്ട് പോവരുത് തന്നെ, മതിയായല്ലോ, അച്ഛന് സമാധാനമല്ലോ അല്ലേ, ഇത്രയൊക്കെ ഉണ്ടാക്കിയൊക്കെ വെച്ച് എന്തൊക്കെയായിരുന്നു, മതിയായല്ലോ, നിങ്ങളൊക്കെ കാട്ടിക്കൂട്ടി ചെയ്ത കള്ളത്തരങ്ങളുടെയും പാപത്തിൻ്റെ ഫലമാണ് ഇപ്പം ഇനി ഞാൻ അനുഭവിക്കേണ്ടി വന്നത്. എനിക്കെൻ്റെ കുഞ്ഞിനെ നഷ്ടമായി. ഇനി എൻ്റെ ആനന്ദേട്ടൻ എന്നോട് സ്നേഹമേ കാണിക്കുന്നില്ല. എന്തൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങൾക്ക് അറിയോ എൻ്റെ ആനന്ദേട്ടൻ? ഇന്നുവരെ എന്നോടൊന്നും മിണ്ടിയിട്ട് പോലുമില്ല. ഇതിന് ശേഷം ഇനി എന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടാക്കുമെന്ന് തന്നെ എനിക്കറിയില്ല. കുഞ്ഞിൻ്റെ ഒറ്റ കാരണം കൊണ്ട് ആനന്ദേട്ടൻ എല്ലാം ക്ഷമിച്ച് ഇവിടെ വന്നത്. മോളെ, അതിന് നീ ഇത് എങ്ങനെയാണ് സംഭവിച്ചത്? എന്താ ഇവിടെ നടന്നത്? ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ മോളെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നമ്മുടെ ഉദയഭാനു ഇങ്ങനെ കിണ്ടി കിണ്ടി ചോദിക്കാൻ കേട്ടോ. ദേവിക്കാണെങ്കിൽ ആദ്യമൊന്നും ഒരു അക്ഷരവും മിണ്ടാൻ പറ്റണില്ല. സങ്കടം കൊണ്ട് അവസാനം അച്ഛൻ്റെ മേളിൽ കയറി ഇത്രയും നേരം പറഞ്ഞ ആ ഒരു സങ്കടങ്ങളെല്ലാം പൊട്ടിക്കരയാണ് കേട്ടോ, കെട്ടിപ്പിടിച്ച്. ഇതൊക്കെയാണ് എപ്പിസോഡിൽ ഡീറ്റെയിൽഡ് എപ്പിസോഡ് വീണ്ടും വരാൻ. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.